ഞാനിപ്പോ നിക്കണത് 1 വർഷം മുമ്പ് 4 kg മാവ് എന്ന് പറഞ്ഞിട്ട് 4 കിലോ വരെ വെയിറ്റ് വെക്കണ 4 kg മാങ്ങ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നഴ്സറിന്ന് മേടിച്ചൊരു മാവും തൈയാണിത്. അപ്പൊ അന്ന് ഞാൻ ഇത് നട്ടപ്പോ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇത് കായ്ച്ചിട്ടുണ്ട്, കണ്ട മാങ്ങ ഉണ്ടായിട്ടുണ്ട്. മാങ്ങ ഉണ്ടായപ്പോ കണ്ട ഒരു 100 ഗ്രാം പോലുള്ള ഒരു മാങ്ങയല്ല ഉണ്ടായേക്കണത്. അപ്പൊ നമ്മ നഴ്സറിന്ന് പ്രസിദ്ധമായ തൃശ്ശൂർ മണ്ണുത്തിലുള്ള ഒരു നഴ്സറി ഇതാണ് നമ്മ ഇത് മേടിച്ചത്. അപ്പൊ നമ്മ മാവുന്തയും ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ മേടിച്ചു നോക്കുമ്പോ ശ്രദ്ധിക്കണം. കാരണം 4 വർഷം 3 വർഷം കൊണ്ടൊക്കെയാണ് നമുക്ക് മാങ്ങയൊക്കെ ഉണ്ടാവണത്. അപ്പൊ അവര് ഈ ടാഗ് അടിച്ച് തന്നെ മാവുന്തയും ഒന്നല്ല മാങ്ങ ഉണ്ടാവണത്. നമ്മ വളരെ ഇത് കാര്യമായിട്ട് കുറെ പരിചരിച്ചൊക്കെ കഴിയുമ്പോ നമ്മ ഉദ്ദേശിച്ച മാങ്ങ അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര വിഷമമുള്ള. കാരണം നമ്മ അത്രയും സൂക്ഷിച്ചാ നോക്കണേ. പിന്നെ നമ്മുടെ കാലാവസ്ഥക്ക് യോജിച്ചൊരു മാവൊന്നും അല്ല. കാരണം അപ്പിടി കീടങ്ങളും രോഗങ്ങളും ആയിരുന്നു. അങ്ങനെ നിറച്ച് ഫ്ലവർ ചെയ്ത് കായൊക്കെ ഉണ്ടായതാണ്, കായൊക്കെ കൊഴിഞ്ഞു പോയതാണ്. പിന്നെ നിറച്ച് ഞങ്ങൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് രണ്ടാമത് തളിർത്ത് വന്നേക്കണതാണ്. അപ്പൊ നമ്മുടെ കാലാവസ്ഥക്ക് യോജിച്ചതല്ല തന്നെ മാവുകൾ തന്നെ നമ്മ മേടിച്ചു വെക്കണം. നമുക്ക് വിശ്വാസമായ നഴ്സറിന്ന് മാത്രമേ നമ്മ ഫ്രൂട്ട് പ്ലാന്റ് മേടിക്കാൻ പാടുള്ളൂ.